കഥ കവിതയൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് എഴുതും. അന്നത്തെ സാഹിത്യത്തിന്റെ കൺസെപ്റ്റ് അതാണ്. പക്ഷേ പിന്നെ നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സയൻസ്, മാത്സ്, അന്ന് ഇത്രയും പ്രൊഫഷൻസൊക്കെ ഇത്രയും തരം പ്രൊഫഷൻസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാവരെയും പോലെ 10ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിക്കുന്നു, 12ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിക്കുന്നു. പിന്നെ ഒരു കൂട്ടം കുട്ടികൾ അന്നത്തെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസ്റ്റ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അന്ന് ഞാൻ അതുപോലെ എല്ലാവരെയും പോലെ ഞാനും ഈ തൃശ്ശൂർ വന്നു. ഞാൻ പി.സി. തോമസ് മാഷ് അവിടെ വെച്ചായിരുന്നു. അതിൽ എന്നാന്ന് പറയുമ്പോൾ നമുക്ക് ആ പഠിക്കുന്ന സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ തൊട്ട് എൻ്റെ MBBS കഴിയുന്നത് വരെ ഞാൻ പിന്നെ ഇതിലൊന്നും നോക്കിയിട്ടില്ല, ഇതിലൊന്നും അങ്ങനെ ശ്രദ്ധയും കാണിച്ചിട്ടില്ല. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ മലയാള ഭാഷേനെ ഞാൻ വായിച്ചിട്ടില്ല എത്രയും കാലം. പിന്നെ ഇത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറി. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ MBBS, അതായത് നമ്മളൊരു ഡോക്ടറായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വയം റിയലൈസ് ചെയ്യാണ് നമ്മൾ എന്തിനാണ് ഡോക്ടറായത്, ഒരു മനുഷ്യന്റെ കർമ്മം എന്നത് എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെയാണ് അപ്പോഴും നമ്മളുടെ ചുറ്റുപാടിലേക്കാണ് ഞാനിങ്ങനെ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടുമ്പോൾ അവർ നമ്മളെ ഓരോ ഇതിലേക്ക് ഗൈഡ് ചെയ്ത് തരും.